CPIM ഫണ്ട് തിരിമറി വെളിപ്പെടുത്തിയതിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പയ്യന്നൂരിൽ നടന്ന ചടങ്ങിൽ വൻ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി ജോസഫ് സി മാത്യുവിൽ നിന്ന് MN വിജയന്റെ മകൻ VS അനിൽകുമാർ പുസ്തകം ഏറ്റുവാങ്ങി. ഫണ്ട് തട്ടിപ്പിലൂടെ പാർട്ടിക്ക് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായെന്നും കുറ്റക്കാർക്കെതിരെ മുൻ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മൃദു സമീപനമാണ് സ്വീകരിച്ചതെന്നും പുസ്തകത്തിൽ വിമർശനമുണ്ട്. പാർട്ടിയെപ്പോലും അമ്പരപ്പിക്കുന്ന ജനാവലിയാണ് പുസ്തക പ്രകാശനത്തിന് എത്തിയത്. ജോസഫ് സി മാത്യു പുസ്തകം കൈമാറിയപ്പോൾ സദസ്സിൽ ഇൻകുലാബ് വിളികൾ മുഴങ്ങി. 5 വർഷം പാർട്ടിക്കകത്ത് നടത്തിയ പോരാട്ടം ഫലം കാണാതെ വന്നപ്പോഴാണ് കാര്യങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ നിർബന്ധിതനായതെന്ന് വി കുഞ്ഞികൃഷ്ണൻ. ഈ നേതൃത്വത്തിന്റെ പോക്ക് ശരിയല്ല എന്നത് പാർട്ടിക്കകത്ത് നിരന്തരമായി പറഞ്ഞ് പ്രയോജനമില്ലാതെ വരുമ്പോൾ ജനങ്ങളോട് പറയുക എന്നത് എന്നെ പാർട്ടി പഠിപ്പിച്ച ഒരു കാര്യമാണ്. 16 അധ്യായങ്ങളുള്ള പുസ്തകത്തിൽ പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പുകളെക്കുറിച്ച് വിശദമായ കണക്കുകളാണ് നിരത്തുന്നത്. ഫണ്ട് പിരിവിൽ ക്രമക്കേട് നടന്നുവെന്നതിന് തനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. തട്ടിപ്പ് കണക്കുകൾ അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് TI മധുസൂദനന്റെ ആശ്രിതനായ KP മധുവിനെ ഏരിയ സെക്രട്ടറിയാക്കിയത്. മധുവും ധനരാജ് രക്തസാക്ഷി ഫണ്ട് കട്ടുവെന്നും പുസ്തകത്തിൽ കുറ്റപ്പെടുത്തുന്നു. ഒരു രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്ക് വകമാറ്റണമെങ്കിൽ ഒന്ന് ഏരിയ കമ്മിറ്റി യോഗത്തിൽ ആ കാര്യം വിശദീകരിച്ച് ഏരിയ കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങണം. ഒരിക്കൽ പോലും ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ല. ഈ ഓഡിറ്റ് ഞാൻ നടത്തിയപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. KP മധു കട്ടിട്ടുണ്ട് ഈ രക്തസാക്ഷി ഫണ്ട്. KP മധു എതിരെ കേസ് കൊടുക്കട്ടെ. ഈ രക്തസാക്ഷി ഫണ്ട് കട്ടിട്ടുണ്ട് ഈ KP മധു. അച്ചടിച്ച 2500 കോപ്പികളും തിക്കിത്തിരക്കിയാണ് ആൾക്കൂട്ടം വാങ്ങിക്കൊണ്ടുപോയത്. ചടങ്ങിലെ ജനപങ്കാളിത്തം സൂചിപ്പിക്കുന്നത് പാർട്ടിക്കുള്ളിലെ വെറുമൊരു വിഭാഗീയതയല്ല, മറിച്ച് നേതൃത്വത്തിന്റെ നയങ്ങൾക്കെതിരെയുള്ള അണികളുടെ വികാരമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും വെളിപ്പെടുത്തൽ CPMന് വലിയ തലവേദനയാകുമെന്നതിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് പയ്യന്നൂരിലെ ജനക്കൂട്ടം. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.